ഹലോ, സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം പെപ്പർ റോസ്റ്റ് ആണ്. അപ്പോൾ കിടിലൻ രുചിയിലൊരു മഷ്റൂം പെപ്പർ റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഫ്രണ്ട്സ്, അതിന് മുന്നേ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടുള്ളൊരു മഷ്റൂം റോസ്റ്റ് ആണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, അപ്പോൾ ഇതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ചട്ടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളകൊന്ന് ഇതേപോലെ കീറിയിട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഈ പച്ചമുളകൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. കൂടെ നമുക്ക് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഉണക്കമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ. അപ്പോൾ ഈ സവാള നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ കൂണാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാപ്സിക്കം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, പെരിഞ്ജീരകം അതുപോലെ നല്ല ജീരകം, അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം. ഇപ്പോൾ നമ്മൾ കൂനൊക്കെ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് തന്നെ വന്നോളും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ഇപ്പോൾ നന്നായിട്ട് കൂനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് പാകമായിട്ട് കഴിയുമ്പോൾ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ മഷ്റൂം പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.